ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി കെ ജോൺ. പട്ടാമ്പി MLA മുഹമ്മദ് മുസീൻ സംഘടിപ്പിച്ച എക്സലൻസ് അവാർഡ് വിതരണ ചടങ്ങ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് മുസീൻ MLAയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സംഘടിപ്പിച്ചു വരുന്ന എക്സലൻസ് അവാർഡ് വിതരണ ചടങ്ങ് പട്ടാമ്പി SNGS കോളേജിൽ വച്ചാണ് നടത്തിയത്. മണ്ഡലത്തിലെ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾ, LSS, USS, NMMS സ്കോളർഷിപ്പ് ജേതാക്കൾ, യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാക്കൾ, കലാകായിക മേഖലകളിൽ സംസ്ഥാന ദേശീയ തലത്തിൽ നേട്ടം കൈവരിച്ചവർ, വിവിധ മത്സര പരീക്ഷകളിലും അക്കാദമിക് രംഗത്തും മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ, വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി കെ ജോൺ ഓൺലൈൻ വഴി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വിജയത്തിന്റെ ഏറ്റവും പ്രധാനമായ അടിസ്ഥാനപരമായ ഘടകം മികച്ച വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനായിട്ട് മികച്ച വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. SSLCയിലും +2ലും ഒക്കെ മികച്ച വിജയം കൈവരിക്കുകയും അതുപോലെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിക്കുകയും ഒക്കെ ചെയ്ത പ്രതിഭകളാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നതോടൊപ്പം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു MLA ആണ് പട്ടാമ്പിക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാനും ശ്രീ മുഹമ്മദ് മുഹസീനും ഒക്കെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് MLAയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടക്കുന്നത് എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ജനങ്ങള് വിദ്യാർത്ഥികളും ഒക്കെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള പരിശ്രമമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു. നാളുകളിൽ നിങ്ങളുടെ വിജയം നിങ്ങളിലൂടെ ഈ നാട് കൂടുതൽ ഉയർച്ച കൈവരിക്കുവാൻ, കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുക. മുഹമ്മദ് മുസീൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. ഇതോടനുബന്ധിച്ച് ശ്രദ്ധ എഡ്യൂഫെസ്റ്റും സംഘടിപ്പിച്ചു. കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രദർശനം, ഉന്നത പഠന കരിയർ സാധ്യതകളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ, വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരം എന്നിവ എഡ്യൂഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ വനിതാ ഡ്രൈവർ അതുല്യ KV, മ്യൂസിക്കൽ ആർട്ടിസ്റ്റ് സജീർക്കൊപ്പം സംവിധായകൻ ഷിഹാബ് ഓങ്ങല്ലൂർ എന്നിവർ വിശിഷ്ടാതിഥികളായി. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികൾ, സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ എന്നിവർ പങ്കെടുത്തു.